ജി ഡി എഡ്യൂക്കേഷന് മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ICSE 10th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ കൊമേഴ്സിൽ +1 +2 അതുപോലെ തന്നെ ഡിഗ്രി BCom ഒക്കെ ഉള്ളവർക്ക് GST റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പറയുന്നത്. GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുതിർന്ന ആൾക്കാർക്ക് GST എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊക്കെ അറിയുന്നവർക്ക് അറിയാനുള്ള ആഗ്രഹമുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉപകാരപ്രദമായിട്ടുള്ള എഡ്യൂക്കേഷൻ ടിപ്സ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് GST ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ് ടാക്സസ് ഇപ്പൊ എല്ലാ ആൾക്കാർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. കൊമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടവർ മാത്രമല്ല, എന്താണ് ഡയറക്റ്റ് ടാക്സസ്? ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും ആണ് ഡയറക്റ്റ് ടാക്സ്. അതായത് നമ്മുടെ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഗവൺമെന്റ് ഈടാക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ കണ്ടു അതിനൊരു പരിധിയുണ്ട്. ഇപ്പോൾ 12 ലക്ഷം രൂപ വരെയുള്ള ഇൻകം ഉള്ളവർക്ക് ഇപ്പോഴത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ നമ്മുടെ മന്ത്രി പറഞ്ഞിരുന്നു അവർ ടാക്സ് കൊടുക്കാൻ ആവശ്യമില്ല. അപ്പൊ അതിനു മുമ്പൊക്കെ 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ലാബായിരുന്നു. അതിന് താഴെയുള്ളവർക്ക് ടാക്സിന്റെ മുകളിലുള്ളവർക്ക് ഓരോ സ്ലാബിനനുസരിച്ച് ടാക്സ് കൊടുക്കും. അപ്പൊ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കാൻ ലയബിൾ ആണ്. അതാണ് ഗവൺമെന്റിന്റെ ഒരു ഇൻകം, അതാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻസ് ഒരു സ്ഥാപനം നടത്തുന്ന ഭാഗമായിട്ട് ഗവൺമെന്റ് കൊടുക്കേണ്ട ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. ഈ രണ്ട് ടാക്സുകളും ഡയറക്റ്റ് ടാക്സ് എന്നുള്ള വിഭാഗത്തിലാണ് പെടുന്നത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ ടാക്സസ് പെയ്ഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ഓർ ഓർഗനൈസേഷൻസ് വെൻ ദേ ബൈ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അപ്പൊ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിലും ഗുഡ്സ് ആയാലും സർവീസ് ആയാലും വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മളൊരു മൊബൈൽ മേടിച്ചു, ആ മൊബൈലിന്റെ വില എന്ന് പറയുന്നത് അതിന് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള GST കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പോൾ വരുന്നത് ഏകദേശം 18% വരുന്നത്. ചിലതിന് വ്യത്യാസം വരും. ഗുഡ്സിന് 18% വരുന്നത്. സർവീസസിനും ടാക്സസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു കമ്പനി ഓഫർ ചെയ്യുന്ന സർവീസസിന് അതിന് ടാക്സ് നമ്മൾ ഗവൺമെന്റിന്, അപ്പൊ ആ ടാക്സും കൂടി കൂട്ടിയിട്ടായിരിക്കും അവർ നമ്മുടെ പ്രൈസ് വാങ്ങിക്കുക. ഇനി ഈ പറഞ്ഞ ടേംസും കൂടി നമുക്കറിയാം. ഒന്ന് ഡീലർ എന്ന് പറഞ്ഞ് ഒരു പ്രൊഡക്റ്റ് ബൾക്കായിട്ട് എടുത്തിട്ട് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരാളെയാണ് ഡീലർ എന്ന് പറയുക. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ്. പിന്നെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന്റെ വില, അതിന്റെ കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ഇനി ലിസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ മാർക്ക് ചെയ്തിട്ടുള്ള പ്രൈസിനെയാണ്. കാരണം ഇപ്പൊ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കോസ്റ്റ് തന്നെ ഒരാൾക്ക് വിൽക്കാൻ പറ്റില്ല. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു സംരംഭം കൊണ്ട് നടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ കോസ്റ്റ് പ്രൈസ്, അതുപോലെ തന്നെ ലിസ്റ്റ് പ്രൈസ് എപ്പോഴും കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പൊ ലിസ്റ്റ് പ്രൈസ് ആണ് മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഈ മാർക്ക് ചെയ്ത പ്രൈസിൽ നിന്നും അതാത് ഡീലർ അല്ലെങ്കിൽ അതാത് കടക്കാരൻ കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു ഇളവിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയാം. അപ്പൊ ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ളതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ വിൽക്കുന്ന വിലയാണ്. ഇപ്പൊ 1000 രൂപയുടെ ഒരു എന്താ പറയാ ഒരു എക്സാമ്പിൾ, എനി മെറ്റീരിയൽ 1000 രൂപയുടെ നമ്മളൊരു ഇതൊരു വാച്ച് വാങ്ങിക്കുന്നു. ഈ 1000 രൂപയിൽ കമ്പനിയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 800 റുപ്പീസ് ഒക്കെ ആയിരിക്കാം. 200 ആയിരിക്കും അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 200ൽ നിന്ന് മാർക്ക് ചെയ്ത പ്രൈസ് 1000 ആയിരിക്കാം. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ വാച്ച് വാങ്ങിക്കാൻ പോകുമ്പോൾ ആ 1000ൽ നിന്ന് ചിലപ്പോൾ നമ്മളൊരു ഡിസ്കൗണ്ട് ചോദിക്കുമ്പോൾ ഒരു 50 റുപ്പീസ് നമുക്ക് ആ കടക്കാരൻ നമുക്ക് ഡിസ്കൗണ്ട് തന്നാൽ 950 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 150 ആയിരിക്കും അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ലിസ്റ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ആണ്. ഈ സെല്ലിംഗ് പ്രൈസിനെ തന്നെയാണ് നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം GST നോക്കാം, വളരെ എളുപ്പമായിരിക്കും. അപ്പോ നോക്കുക, ദിനേഷ് ബൈസ് എ ചെയർ മാർക്ക് അറ്റ് 5000. ഇപ്പോൾ ₹5000 അതിന്റെ 5000 ആണ് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 20% ഓൺ ദ മാർക്ക് പ്രൈസ്. അപ്പൊ മാർക്ക് പ്രൈസ് എത്രയാണ്? 5000 ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മളിവിടെ എടുത്തെഴുതി. മാർക്ക് പ്രൈസ് ഓഫ് ദ ചെയർ 5000 ആണ്. ഓക്കെ, ആൻഡ് ഡിസ്കൗണ്ട് ഓഫ് 20% ഓഫ് ടാക്സ്, ആൻഡ് ഡിസ്കൗണ്ട് ഓഫ് 20% ഓൺ ദ മാർക്കറ്റ് പ്രൈസ്. മാർക്ക് പ്രൈസ് അല്ല, മാർക്ക് പ്രൈസിൽ 20% ഡിസ്കൗണ്ട് കൊടുക്കണം. അപ്പൊ ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്രയാ? 20% ആണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ടാക്സ് റേറ്റ് എത്രയാ? 18%. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞേക്കണേ? കാൽക്കുലേറ്റ് ദ ടാക്സ് ദിനേഷ് ഹാസ് ടു പേ ഫോർ ദിസ് പർച്ചേസ്.
ഈ പർച്ചേസിന് വേണ്ടി ദിനേഷ് കൊടുക്കേണ്ട ടാക്സ് എത്രയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഓൾസോ ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ് ബൈ ദിനേഷ്. അതുപോലെ തന്നെ ദിനേഷ് ടാക്സ് ഉൾപ്പെടെ പേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടാക്സ് കണ്ടുപിടിക്കാം. നമ്മളിതിൽ മാർക്ക് ചെയ്ത പ്രൈസ് 5000 ആണ്, ഡിസ്കൗണ്ട് 20% ആണ്. അപ്പൊ ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്ക് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. അപ്പൊ ആദ്യം തന്നെ ഡിസ്കൗണ്ട് എത്ര എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 5000ന്റെ 20% നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 20% ഓഫ് 5000 അതിപ്പോ നമുക്ക് എങ്ങനെ കാണാം? നമുക്ക് എല്ലാവർക്കും അറിയാം, മനക്കണക്കായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ ചെയ്യാം. 5000 × 20/100 ആണ് 5000ന്റെ 20% എന്ന് പറയുന്നത്. ഇവിടെ 0 കട്ടാവും, ഈ 0 കട്ടാവും. 500 × 2000 വരും. ഇതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. 5%ന്റെ 5000ന്റെ 10% എന്ന് പറയുന്നത് 500 ആണ്. 5000ന്റെ 10% ആണ് 500. അപ്പോൾ 20% എത്രയാ? 1000 ആയിരിക്കും. അപ്പോൾ 5000ന്റെ 100% 5000 ആണ്. 5000 50% 2500 ആണ്. 5000 10% 500 ആണ്. 5000ന്റെ 20% എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ്. എങ്ങനെ നമുക്ക് അതായിരിക്കും ഇതിനും കൂടി എളുപ്പമുള്ള വഴി. ഇല്ലെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, കണക്ക് തെറ്റെന്ന് മാത്രം. അപ്പൊ 1000 നമുക്ക് കിട്ടി. ഇനി ഈ 5000ൽ നിന്ന് ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്ന പ്രൈസ് നമുക്ക് കിട്ടിയത് 1000 ആണ്. അത് കുറയ്ക്കണം. അപ്പൊ 5000 മൈനസ് 1000. അപ്പൊ നമുക്ക് ഇത് കിട്ടി 4000. 4000 ആണ് നമ്മുടെ നമുക്ക് 1000 രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയത്. അപ്പൊ ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള പ്രൈസ് എന്ന് പറയുന്നത് 4000 രൂപയാണ്. ഇനി 4000 രൂപയുടെ മേലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? GST കൊടുക്കേണ്ടത്. അപ്പൊ 4000 GST നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞത് ടാക്സ് എന്ന് പറഞ്ഞാൽ 18% ആണ്. അപ്പോൾ ഈ ടാക്സ് കാണാനായിട്ട് റേറ്റ് ഓഫ് ടാക്സ് ഇൻറ്റു ഡിസ്കൗണ്ടഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ ടാക്സ് ഇക്കല്ലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയുന്നതിനാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ടാക്സ് ഇക്കൽ 18% ഓഫ് 4000. അപ്പോൾ 18/100 × 4000. അപ്പൊ ഈ 2 0 വെട്ടിപ്പോയി. അപ്പൊ 40 × 18 720 വന്നു. ഈ 720 എന്ന് പറയുന്നതാണ് GST. ഈ എമൗണ്ട് പോകുന്നത് എവിടേക്കാണ്? നമ്മുടെ ഡീലർ അത് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന എമൗണ്ട് ആണ് 720. അപ്പോൾ ഡീലറാണത് ഗവൺമെന്റിന് കൊടുക്കുന്നതെങ്കിലും അത് കളക്ട് ചെയ്യുന്നത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിയ ആൾക്കാരിൽ നിന്നാണ് പൈസ കളക്ട് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കുന്നത്. അപ്പൊ അതും കൂടി കൂട്ടിയിട്ട് 4000 + 720 4720 ആയിരിക്കണം നമ്മൾ ഈ ടാക്സ് അടക്കം ഈ ഒരു എന്താ പറയാ ഈ ഒരു പ്രൊഡക്റ്റിന് കൊടുക്കേണ്ട ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് GST കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും എന്താണ് GST എന്നും എന്താണ് ടാക്സ് എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമന്റ്സ് ടിപ്സ് ഒക്കെ ഇടുക. ഇത് ICSE 10th ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും +1 +2 കൊമേഴ്സ് സ്റ്റേറ്റ് CBSE ICSE അതുപോലെ തന്നെ BComന് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ടാക്സിനെ കുറിച്ചും എങ്ങനെയാണ് പെർസെന്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയുന്നുള്ള സാധാരണക്കാർക്കും ഒക്കെ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.